നമസ്കാരം. നമുക്ക് കുടംപുളി ഉണക്കാൻ വെച്ചാലോ. ഇത് ഇന്ന് കിട്ടിയ കുടംപുളിയാണ് കേട്ടോ. നല്ല വലിയ കുടംപുളിയാണ്. ഏറ്റവും ചിലവുള്ളതാണ് ഇവിടെ ഈ കുടംപുളി. ഉണക്കമീനാണേലും പച്ചമീനാണേലും മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുടംപുളിയാണ്. അപ്പോൾ മുമ്പൊക്കെ അമ്മയും പപ്പയൊക്കെ കുടംപുളി ഇതുപോലെ പറിച്ച് കൊണ്ടുവന്ന് ചാക്കിൽ പറിച്ച് കൊണ്ടുവന്ന് ഇട്ടാൽ പോലും ആ പരിസരത്ത് പോകാത്ത ഞാനാണ് ഇപ്പോൾ ഈ കുടംപുളി കിട്ടുമ്പോൾ വലിയ കാര്യത്തിന് വൃത്തിയാക്കി ഉണക്കാൻ വെക്കുന്നത്. വലിയ കുടംപുളി ആയതുകൊണ്ട് തന്നെ ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടില്ല. നടുകെ കീറി അതിൻ്റെ കുരു കളഞ്ഞ് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്ലാസ്റ്റിക് വെള്ളിയിലാണ് കെട്ടിയിടുന്നത്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇങ്ങനെ കെട്ടിയിടാം. അതിന് ശേഷം കുറച്ച് ഡെയിലി കിട്ടുന്ന പുളി കൊണ്ട് നമുക്കത് മുകളിൽ നെറ്റ് കമ്പിയൊക്കെ വിരിച്ച് അതിൽ ഉണക്കിയിടാം. അങ്ങനെ ഓരോന്നെടുത്തെടുത്ത് ഞാനിത് കോർത്ത് കെട്ടിയിട്ടുണ്ട്. ഇത്രയും വേണം കേട്ടോ ഒരു ദിവസത്തെ പുളി. ഇത് ചേട്ടൻ്റെ മകനാണ്. അവനാണ് എനിക്കിത് മുകളിൽ കെട്ടിത്തരാൻ സഹായിക്കുന്നത്. അപ്പോൾ അവനത് നന്നായിട്ട് കെട്ടി തന്നിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് എന്നും പുകയ്ക്കുക. ഇത് ഇന്ന് കിട്ടിയ പുളി ഇങ്ങനെ നമ്മൾ പുകയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഡെയിലി നന്നായിട്ട് പുകച്ചുകൊണ്ട്